ചിലപ്പോൾ അവർ സിനിമയിലെ ആർട്ടിസ്റ്റ് ആയിരിക്കാം, സീരിയൽ ആർട്ടിസ്റ്റ് ആകാം, യൂട്യൂബർ ആകാം, അല്ലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാകാം. ഗോപി സ്ഥിരം വേട്ടമൃഗമാണ് ഇവരുടെ. ആർട്ടിസ്റ്റ് ആണ് എന്ന പേരിൽ നിങ്ങൾ സിനിമ കാണുമല്ലേ, പറയുന്നില്ല. സാബുമോനും പണ്ട് ഇതല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ നോ പറയാൻ പറ്റില്ല. ഓൺലൈൻ മീഡിയ, ഏത് മീഡിയ ആണെങ്കിലും മറ്റുള്ളവരുടെ സ്വകാര്യതയിലൂടെ ഈ ഓൺലൈൻ മീഡിയാസ് ചില വിഷ്വൽസൊക്കെ എടുത്ത് വിടുമ്പം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത് പലരും കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ട് വലിച്ചു കീറാറുണ്ട്. ആ സെലിബ്രിറ്റീസിന് ചിലപ്പോൾ അവർ സിനിമയിലെ ആർട്ടിസ്റ്റ് ആയിരിക്കാം, സീരിയൽ ആർട്ടിസ്റ്റ് ആകാം, യൂട്യൂബർ ആകാം, അല്ലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാകാം. ഇവിടെ ഈ വിഷ്വൽസ് വരുമ്പം അതിൻ്റെ ആംഗിൾസ്, ഷോട്ട്സ് ഉണ്ടല്ലോ, അത് ചിലപ്പം മുകളിൽ നിന്ന് താഴോട്ടായിരിക്കാം, താഴെ നിന്ന് മുകളിലോട്ടായിരിക്കാം. നമ്മളെല്ലാവരും അത് കണ്ടിട്ട് കാണാത്തൊരു മലയാളി ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കമൻ്റ് അടിക്കുന്നവർ പലരും അവിടെ അങ്ങോട്ട് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങ് പറഞ്ഞ് തീർക്കാൻ വേണ്ടി, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശം കലിങ്കിലൊക്കെ ഇരുന്ന് അഭിപ്രായം പറയുന്നവരുണ്ട്. പെണ്ണുങ്ങളൊക്കെ പോകുമ്പം ഇരിക്കുമ്പം അവർക്ക് ആ കറക്റ്റ് വ്യൂ കിട്ടും. വ്യൂ അനുസരിച്ച് അവർ മാറിയിരുന്ന് ഓരോന്നൊക്കെ അടിക്കും, മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന രീതിയിലുള്ള ഈ പരിപാടി. ഇപ്പം ഈ കമൻ്റ് അടിയാണ് ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സുകൾ നടക്കുന്നത്. നമ്മൾ രാഷ്ട്രീയം പറയുമ്പം അവിടെ കമൻറ്റ് പറയുക, ചിലർ തെറിയായിരിക്കും, ചിലരുടെ സെക്സൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അവിടെ തീർക്കുന്ന. അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ ചിലതൊക്കെ എടി കൂ അങ്ങനെയൊക്കെയുള്ള ബാക്കി പൂരിപ്പിച്ചുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ട്. ഇവരുടെയൊക്കെ വീട്ടിലുള്ള മക്കളൊക്കെ ഇടുന്ന ഡ്രസ്സ് എന്താണോ ഇവരോട് ചോദിച്ചിട്ടാണോ ഡ്രസ്സ് ഇടുന്നത്? ഒരു മനുഷ്യന് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെയാണ് വിൽപ്പനയ്ക്ക് ഇരിക്കുന്നത്. അത് പർച്ചേസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കടയിൽ നിന്നാണ് ഇവരൊക്കെ മേടിച്ചിടുന്നത്. പിന്നെ ഈ ആംഗിൾസ് വെക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പം മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും, താഴെ നിന്ന് മുകളിലോട്ടാകാം. പക്ഷേ ഈ കമൻ്റ് ഇടുന്നവരുടെ മാനസികാവസ്ഥ ഭയങ്കരമാണ്. അവർക്ക് കാണിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, ഹണി റോസിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പം കുറേ ബഹുമാനായ സഹോദരന്മാർ കിടന്ന് അങ്ങ് ആടുന്നുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണു പിടുത്തം വീണപ്പം ബോച്ചേ 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 എന്നിട്ട് എന്തായി, ഛേ 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 എന്ന് മാത്രമേ ആയുള്ളൂ. ഇതിനോട് യോജിക്കുന്നവരുണ്ട്, ഇതിനോട് വിയോജിക്കുന്നവരുണ്ട്. ചിലരൊന്നും മിണ്ടത്തില്ല. എനിക്കിതൊന്നും അറിയത്തില്ല, ഞാനൊന്നും നോക്കാറില്ല, ഒന്നും കാണാറില്ല, അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. ഇവിടെ സാബുമോൻ, തരികിട സാബു, തരകിട്ടാങ്. ഈ തരികിട സാബു കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ വന്നപ്പം ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടപ്പം പുള്ളി ആ വീഡിയോ ഒന്ന് പകർത്തി. ആരുടെയാ? ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ. അവർ പലരും സാബുമോൻ ക്യാമറ എടുത്തപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറി ഓടുന്നുണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് സാബുമോൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യാൻ നോക്കിയത് ഈ നീലക്കുയിൽ. സാബുമോൻ ഇത് പറയുന്നുണ്ട്, ബ്ലൂ ഫിലിം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ നീലക്കുയിൽ എന്നുള്ള ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് 3-4 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. PS-ൻ്റെ മരണത്തിന് ശേഷം എല്ലാവരും മീഡിയയെല്ലാം അങ്ങോട്ട് പോയി. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സാബുമോൻ പണ്ട് തരകിട്ടാങ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചുവന്നെടുക്കാൻ വേണ്ടി ക്യാമറയായിട്ട് നടന്നിരുന്ന വ്യക്തിയല്ലേ സാബുമോൻ. ആ കൊട്ടേഷൻ അവരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാം, ഒരു സ്ക്രിപ്റ്റ് കാണും, പ്ലാൻസ് ഒക്കെ കാണും, എവിടെ വെച്ച് എങ്ങനെ എടുക്കണം എന്നൊക്കെയുള്ള ഈ പറയുന്ന പറ്റിക്കപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ ഫ്രണ്ട് പറഞ്ഞതിന് ശേഷമാണ് പോകാറുള്ളത്. അതൊരു ഔദ്യോഗിക ചാനലുണ്ട്, ആ ചാനലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. പക്ഷേ ഇവിടെ ഇതൊരു ഓൺലൈൻ മീഡിയ ചാനലാണ്. അതായത് സ്വന്തമായിട്ട് മൊബൈലും യൂട്യൂബും ഉള്ള എല്ലാവർക്കും പറയാം ഞാൻ ഓൺലൈൻ മീഡിയ ആണെന്ന്. കമ്പ്യൂട്ടർ ചാനലിനെ റെപ്രസെൻറ്റേറ്റീവ് അല്ല. അവർക്കിത് വിൽക്കാം, അല്ലെ ഫേക്ക് നെയിംസിലൂടെ ഇറക്കി വിടാം, എന്തെല്ലൊക്കെ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അവർക്കാകാം. അതിനെയാണ് സാബുമോൻ ചോദ്യം ചെയ്യുന്നത്. ഒരു വിഭാഗം ചോദിക്കുന്നത്, സാബുമോൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, തനിക്ക് എന്താണ് ഇതിനുള്ള റൈറ്റ്? താൻ കാണിച്ചുകൊണ്ടിരുന്ന കോപ്രായങ്ങളൊക്കെ ഇതൊക്കെ തന്നെയല്ലേ? അതിൽ കുറ്റം പറയാൻ പറ്റില്ല. സാബുമോനും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പരിപാടിക്ക് തുടക്കം ഇട്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ സാബുമോനാണ്. നേരത്തെ ഒന്നും ഈ ഫീൽഡിലോട്ട് പുള്ളിയിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ടാണ് പലരും ഇതിലോട്ട് വന്നെന്നൊക്കെ സോഷ്യൽ മീഡിയ കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്. അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. ഏക്കാലും സാബുമാൻ ഇതിൻ്റെ അകത്ത് ഇടപെട്ടുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. വേറെ ആരെങ്കിലും മൊബൈൽ വിട്ടെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു കാലത്ത് സാബുമോൻ എന്തായിരുന്നു എന്നെല്ലാവരും ചോദിക്കുമ്പം സാബുവിൻ്റെയും വായ അടയുന്നുണ്ട്. പുള്ളി അതിന് മറുപടി പറയുന്നുണ്ട്. പക്ഷേ ആ മറുപടി ഒന്നും ഒരു റൈറ്റ് എക്സ്പ്ലനേഷൻ അല്ല. കാരണം പുള്ളി മറ്റുള്ളവരുടെ സ്വകാര്യതയോടെ ക്യാമറ വെച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്.
പുള്ളി പറഞ്ഞ ജനം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അത് ജനം തള്ളിക്കളയുള്ളൂ. ഈ സ്ഥാനത്ത് ഇപ്പം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ഒരു നോർമൽ സിനിമ ആക്ടറോ ആക്ട്രസോ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും കൊണ്ട് ആരും ഒരു ചോദ്യത്തിലോട്ടും വരത്തില്ല. ഇവിടെ ചില ആർട്ടിസ്റ്റുകൾ ഇത് എൻജോയ് ചെയ്യുന്നുമുണ്ട്. കാരണം പോപ്പുലർ അല്ലാത്ത സീരിയൽ യൂട്യൂബറൊക്കെ ആയിട്ടുള്ളവർ, സീരിയലിലൊക്കെ ചെറിയ തോതി മുഖം കാണിക്കുന്നവർ, വെബ് സീരീസ് യൂട്യൂബ് വെബ് സീരീസുകളിലൊക്കെ മുഖം കാണിക്കുന്നവർ, സിനിമയിലെ തന്നെ വെബ് സീരീസുകളിലൊക്കെ സൈഡിലും മൂലയിലൊക്കെ നിന്നിരുന്ന അവരെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയ വരുമ്പോൾ ഇവരുടെ കോസ്റ്റ്യൂംസിലൊക്കെയുള്ള വ്യത്യസ്തത, ഇവരുടെ മേക്കപ്പിലുള്ള വ്യത്യസ്തത, ഇതൊക്കെ ഈ ചെറിയ പടങ്ങളിലൊക്കെ വന്നവർ വ്യത്യസ്തരമായ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് വരുമ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തി അവർക്കൊരു പ്രൊമോഷൻ, ഇതാരാന്നറിയാവോ, ഇതിനകത്ത് വർക്ക് ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പം 10 ആൾ അറിയേലൊക്കെ. അതുകൊണ്ട് അവരൊന്നും അധികം മിണ്ടാറില്ല. ബിഗ് ബോസ് താരങ്ങളായ അവരൊന്നും മിണ്ടാറില്ല. പൊതുവെ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, എതിർപ്പ് 100ൻ്റെ അകത്തും 90 പേർക്ക് ഇതിനോട് താല്പര്യമാണ്. തങ്ങളെ ആരിലൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവർ കുറച്ചൊക്കെ കണ്ണടച്ചു വിട്ടേക്കും. പിന്നെ സിനിമാക്കാരെ സംബന്ധിച്ച് അവരുടെ സിനിമയുടെ പ്രൊമോഷനും കേക്ക് മുറി ഇങ്ങനെയൊക്കെ ഉള്ളത് 10 ആൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏഷ്യാൻ്റെ മനോരമ റിപ്പോർട്ടറൊക്കെ പോലുള്ളവരെ വിളിച്ചാൽ വരത്തില്ല. തിയേറ്ററിൻ്റെ അകത്ത് കയറിയവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കേക്ക് മുറിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നും നിൽക്കാനൊന്നും അവരെ കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടുകൊണ്ട് ഇവരെ വേണം. ഇവരില്ലാതെ ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. സുരേഷ് ഗോപി സ്ഥിരം വേട്ടമൃഗമാണ് ഇവരുടെ. സുരേഷ് ഗോപിയുടെ പുറകെ ഇങ്ങനെ നടക്കുക ഫുൾ ടൈം. ഇങ്ങനെ സുരേഷ് ഗോപി എന്ത് ചെയ്താലും ആ ദൃശ്യങ്ങൾ പകർത്തി അത് സുരേഷ് ഗോപിക്ക് 10 തെറി കിട്ടാവുന്ന രീതിയിലുള്ള രീതി പകർത്തി എടുത്തിടുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി ഒരു ഫംഗ്ഷനും പങ്കെടുക്കാൻ പറ്റില്ല. ഇവരപ്പളെ ഈച്ച പോലെ പൊതിയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത സുരേഷ് ഗോപി എന്തുകൊണ്ട്, പുള്ളി ഒരു കേന്ദ്രമന്ത്രിയാണ്, പുള്ളി ഇവിടെ കേരളത്തിലുള്ള പോലീസുകാരെ വിളിച്ച് പറഞ്ഞിട്ട് നാളെ മൂലം ഒറ്റ ഒരുത്തന്നെ എൻ്റെ മുമ്പിലോട്ട് ഈ മൊബൈലും പിടിച്ചുകൊണ്ട് വരാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും ആ പരിസരത്തോട്ട് വരത്തില്ല. പക്ഷെ സുരേഷ് ഗോപി അത് ചെയ്യില്ല. സുരേഷിനെ സംബന്ധിച്ച് രാഷ്ട്രീയം അല്ലാതെ സിനിമയുടെ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. അത് പുള്ളിക്ക് എപ്പോഴും പുള്ളിയുടെ 10 ആൾ പുള്ളി അറിഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പുള്ളിയുടെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുള്ളിക്ക് ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി. പക്ഷേ കിട്ടുന്നതെല്ലാം നെഗറ്റീവായി പോവാണ്. ഇവർ ശരിക്കും പുള്ളിക്കിട്ട് 2 തെറി കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് പല കാര്യങ്ങളും ദൃശ്യങ്ങൾ പകർത്തി എഴുതി വെക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തെറി കൊള്ളിക്കാൻ ഒരു ദിവസം സുരേഷ് ഗോപി ഒരു 10 തെറി ഞങ്ങൾ കൊള്ളിപ്പിക്കും എന്ന പ്രതിജ്ഞ ചെയ്താണ് ഓൺലൈൻ മീഡിയാസ് പലരും ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരാളാണ് മാധവ് സുരേഷ്. എന്താണ് പറയുന്നത്, എവിടെയാണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് പുള്ളിക്ക് തന്നെ അറിയത്തില്ല. പുള്ളി അങ്ങനെയാണെന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുടെ അടുത്ത് ചെന്ന് എന്തെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് എന്തെല്ലാം വീഴും. ഇതും കൊണ്ട് പ്രസന്റ് ചെയ്ത് നാട്ടുകാരെ കൊണ്ട് 10 തെറി ഡെയിലി കേൾപ്പിക്കും. ഗോകുൽ സുരേഷ് അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കുന്ന വളരെ ശ്രദ്ധിച്ചാണ്. ഇവിടെയാണെങ്കിലും ഗോകുൽ സുരേഷിനെ ആദ്യം പാപ്പരാസിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് ഗോകുൽ സുരേഷിന് തോന്നി അങ്ങനെ വിളിക്കാൻ പാടില്ല, പണി ചിലപ്പോൾ ഉമ്മ തന്നേക്കാം. നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ആർക്കെല്ലാം വിൽക്കുമല്ലോ മീഡിയസ്, അവരിതിന് കണ്ടന്റൊക്കെ മാറ്റി എഴുതി വിടുമെന്ന്. രണ്ടാമത് വീഡിയോ ഞാനത് ഫുൾ വീഡിയോ കണ്ടത്, യൂട്യൂബിൽ അടിച്ചതും കാണാൻ പറ്റും. അതിൽ ഞാൻ കണ്ടിരുന്നു. എല്ലാം കൂടെ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കാരണം ഗോകുൽ സുരേഷിന് പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ അത്ര ഇവരാരും വന്നിട്ടില്ല. എന്താണോ അറിയത്തില്ല. എല്ലാവരും ഒരേപോലെ അഭിനയിക്കണം നിർബന്ധമില്ലല്ലോ. സുരേഷ് ഗോപിയെപ്പോലെ തന്നെ സുരേഷ് ഗോപിയുടെ മക്കൾ അഭിനയിക്കണം നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ടാലൻ്റാണ്. അവരുടെ ടാലൻ്റ് ചിലപ്പം ബിസിനസ് ആയിരിക്കും, സ്പോർട്സ് ആയിരിക്കും, എന്താണെന്നുള്ള അവർ തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല, അവർ തിരിച്ചറിഞ്ഞ് മാറുകയെന്നേ ഉള്ളൂ. അപ്പോൾ അവരെ തിരിച്ചറിയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി ഒന്നുമല്ല. അതൊക്കെ അവരൊന്ന് സ്വയം കണ്ടുപിടിക്കുക അവരുടെ ടാലൻ്റ് എന്താണെന്നുള്ളത്. ചിലപ്പം സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുക. ഒരു കുറ്റം, ഒരു ബാല്യകാലം പോലെ ഇവർ കാണുന്ന അച്ഛൻ്റെ ഈ സിനിമാ ലോകമാണല്ലോ. സ്വാഭാവികമായിട്ട് അവിടെ തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്ന് അവരാഗ്രഹിക്കും. തെറ്റ് പറയാൻ പറ്റില്ല. ഈ സിനിമയിൽ ആക്ടിങ് തന്നെ പിടിക്കുന്നുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഡയറക്ഷനുണ്ട്, ക്യാമറയുണ്ട്, എഡിറ്ററുണ്ട്, സ്ക്രിപ്റ്റുണ്ട്, പ്രൊഡക്ഷനുണ്ട്, ഒരുപാട് മേഖലയുണ്ട്. ആ മേഖലകളൊക്കെ പിടിച്ചാലും ഓക്കെയാണ്. പക്ഷേ ആക്ടിങ് തന്നെ എന്ന് പറയുമ്പോൾ അതൊരു ടാലന്റഡ് സ്കില്ലാണ്. അത് ക്യാമറയ്ക്ക് മുമ്പ് വിസിബിൾ ആവുന്നൊരു കാര്യമാണ്. എന്തെങ്കിലും പാളിച്ച പറ്റിയ തെറികൾ കൂടുതൽ കിട്ടാനും സാധ്യത കൂടുതലാണ്. രഞ്ജിനി ഹരിദാസ് ഓൺലൈൻ മീഡിയക്കാരുടെ ദൃശ്യങ്ങളെന്ന് പകർന്നു. ഈ ഓൺലൈൻ മീഡിയ ചിലർ ഇങ്ങനെ ചോദിക്കുന്ന കാണാം. അത് ഇവരെ ഇൻസൾട്ട് കേൾക്കുന്ന നമുക്ക് തന്നെ അരോചകമാവുന്ന രീതിയിൽ തന്നെയാണ്. ഒരു ചെറുപ്പക്കാരുണ്ട്, അയാളുടെ ഫേസ് എനിക്കറിയത്തില്ല, അയാളുടെ സൗണ്ട് കേട്ടാൽ അറിയാം. എന്തെല്ലാം കാര്യമായിട്ട് എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി പുള്ളിക്കൊരു സംശയമുണ്ട്. ലോകത്ത് ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക സംശയമായിട്ട് വരുന്ന ഒരു വ്യക്തിത്വമാണ് അയാൾ. ആരാണെന്ന് എനിക്കറിയത്തില്ല. ഏക്കാലം നീലക്കുയിലല്ല, വേറെ ഏതൊരു കുയിലാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ ഇങ്ങനെ ചൂടുന്ന എന്തെല്ലാം ചോദിക്കുക. ഞങ്ങൾ മീഡിയാസാണ്. എന്ത് മീഡിയ? എന്താ മീഡിയ എന്നറിയോ? ഒന്നാമത് മീഡിയാസിന് പോലും മീഡിയ ധർമ്മമില്ല. അവിടെയാണ് ഇവർ ഞങ്ങൾ മീഡിയാസാണ്, ഞങ്ങൾ ഗുണ്ടകളല്ല, ഞങ്ങൾ മീഡിയാസാണ്. ഇതൊക്കെ മറ്റുള്ളവരുടെ കംഫോർട്ടിലോട്ട് വെറുതെ വന്ന് ഇടയ്ക്ക് ഉണ്ണിമൂന്തനൊക്കെ മൊബൈൽ തട്ടിപ്പറിച്ചെടുത്തിട്ട് എറിയാൻ നോക്കിയിട്ടുണ്ടോ? അവസാനം തിരിച്ചു കൊടുത്തു. പുള്ളിക്ക് ദേഷ്യം വന്നിട്ട്. കാരണം വായിക്കകത്തോട്ട് വരെ ക്യാമറ കൊണ്ട് മൊബൈൽ ഇങ്ങനെ പിടിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ മീഡിയാസാ,
വീഡിയോസാണ് എൻ്റെ തുണിയിലാണ് നിൽക്കണം നമ്മളൊക്കെ. അങ്ങനെയൊന്നും ആരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ വ്യക്തിയുടെ പെർമിഷൻ ചോദിക്കുക, നല്ല ദൃശ്യം പകർത്തും വെച്ചിട്ട് ഡിസ്റ്റൻസ് ഇടുക. ഈ വായിലോട്ട് കൊണ്ട മൊബൈൽ, വായിക്കാത്തോട്ട് മൊബൈൽ ഇങ്ങനെ കൊണ്ടിങ്ങനെ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഓരോരുത്തന്മാർക്ക് മൊബൈലുമായിട്ട് വരുന്നത്. മീഡിയാസാണ് ഈ AMMയും ഫെഫ്കയും വിയോക്കും ഇവരെല്ലാം കൂടി ഒരു സംഘടന രൂപീകരിക്കണം. അതായത് ഈ ഓൺലൈൻ മീഡിയ, സിനിമാക്കാരുടെ ദൃശ്യങ്ങൾ പകർത്തുന്ന ഓൺലൈൻ മീഡിയാസിലോട്ട് മെമ്പർഷിപ്പും കൊടുത്ത് ഒരു അസോസിയേഷൻ ഉണ്ടാക്കണവർ. അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യിച്ച ആൾക്കാരെ കയറ്റണം. രജിസ്റ്റർ ചെയ്യാത്തവന്മാർക്ക് വിഷ്വൽസ് എടുക്കാനുള്ള റൈറ്റ് കൊടുക്കില്ല. അല്ല, ഇവരാരാ എന്താണെന്ന് നമുക്കറിയാവോ? എന്ത് ചെയ്യും? ഓരോ ദിവസവും ഓരോരുത്തരും ഞാൻ മീഡിയ എന്നുകൊണ്ട് ഈ തിയേറ്ററുകളുടെ ഫ്രണ്ടിലും മാളുകളുടെ ഫ്രണ്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യും? ആർട്ടിസ്റ്റുകൾ പെട്ടുപോകത്തില്ലേ? ആർട്ടിസ്റ്റ് ആണ് എന്ന പേരിൽ നിങ്ങൾ സിനിമ നടനല്ലേ? നിങ്ങൾ സിനിമ നടിയല്ലേ? ഇതാണ് ചോദിക്കുന്നത്. പേര് പോലും ചിലപ്പോൾ അറിയത്തില്ല. നിങ്ങൾ സിനിമ നടനല്ലേ? അല്ല, അവർക്ക് വായിക്കാത്തോട്ട് മൊബൈൽ കൊണ്ട് വെക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ നിർത്തിയിട്ട് കൺസേൺ ആയിട്ടുള്ള അസോസിയേഷന് മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികൾക്ക് അലോട്ട് ചെയ്യുക. അവർക്ക് വിഷ്വൽസ് എടുക്കാനും അത് പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക. കറക്റ്റ് പറഞ്ഞാൽ വഴിയേ പോകുന്ന അണ്ടനൊക്കെ ഈ വിഷ്വൽസ് പകർത്താനുള്ള റൈറ്റ് കൊടുക്കില്ല. ഇതുമൂലം ആർട്ടിസ്റ്റുകൾ ഇടുന്ന ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇല്ല. ഇപ്പം വിഷ്വൽസ് എടുക്കുന്നതിൻ്റെ അകത്ത് ചില ആർട്ടിസ്റ്റുകൾ അൺകംഫോർട്ടബിൾ ആണ്, എല്ലാവരും കംഫോർട്ടബിൾ അല്ല. അപ്പം പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ എടുക്കത്തില്ല. എല്ലാവരോടും പറഞ്ഞാൽ ഈ പറഞ്ഞാൽ എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്കല്ലേ എടുക്കാതിരിക്കുള്ളൂ. ഇത് പറഞ്ഞാലും വിഷ്വൽസ് എടുക്കുന്നവരുണ്ട്. ഇപ്പം പുതിയ ഇറങ്ങിയ ഗ്ലാസ് ഒക്കെയാണ് അവിടെ വിഷ്വൽസ് പകർത്തത്തില്ലേ? ചോദിക്കേണ്ടെന്ന് പറയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. എല്ലാ ദിവസവും ഓരോ പുതിയ യൂട്യൂബ് ചാനലുകൾ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഒരു അസോസിയേഷൻ രൂപീകരിച്ച് അതിൻ്റെ അകത്ത് വേണ്ടവരെ മാത്രം ഉൾപ്പെടുത്തുക. ഇനി എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തിക്കുള്ളൂ. പക്ഷേ രജിസ്റ്റർ ചെയ്തവർ അവരുടെ ഐഡന്റിറ്റി നമ്മുടെ വേണം. ഇവർ ആരാ, എന്താണ്, ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് നമുക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന രീതിയിൽ വേണം ഈ പറയുന്ന AMMയും ഫെഫ്കയും ഫിയോക്കും എല്ലാവരും കൂടി തീരുമാനിച്ചെടുക്കണ്ട. ഇതിങ്ങനെ അഴിച്ചഴിച്ച് വിട്ടാൽ 2030 ആകുമ്പം ഇവരെയും കൊണ്ട് മുട്ടിയിട്ട് ആർട്ടിസ്റ്റ് എന്ന് പേരുള്ള ആർക്കും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അഖിൽമാരാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നേരത്തെയും പുള്ളി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് അഖിൽമാരാർ തരികിട സാബു പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, സാബുവിന് ഇതിന് പറയാനുള്ള റൈറ്റിൽ, സാബു നേരത്തെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖല, സാബു റെപ്യൂട്ടഡ് ചാനലിന് വേണ്ടിയാണ് ചെയ്തത്. അതൊരു ഷോ ആയിരുന്നു. കൺസേൺ വേണ്ടപ്പെട്ടവരുടെ പെർമിഷനോട് കൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ പുള്ളി പലരെയും അസ്വസ്ഥപ്പെടുത്തിയിട്ട് പലരുടെയും മാനസികാവസ്ഥയെ പുള്ളി ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ വിഷ്വൽസിൽ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട്. പുള്ളി കുറെ തെറിയും കേട്ടിട്ടുണ്ട്. പല കേസിലൊക്കെ തല്ലാൻ വരെ പിടിച്ച കേസുകളുണ്ട്. സാബുവിനെയാണോ അല്ല അദ്ദേഹത്തിന്റെ ക്രൂവിനാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇങ്ങനെ തെറി വരാം. അത് അവർ മ്യൂട്ടിട്ട് വെച്ചേക്കും. തെറി വരുമ്പോൾ മ്യൂട്ടാണല്ലോ. പക്ഷെ സാബുവിന്റെയും ഇവരെടുക്കുന്ന ആംഗിൾസ്, ഷോർട്സ് വെച്ചിട്ട് പാട്ടും കേട്ട് അല്ല ഡയലോഗും വെച്ചിടും രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ അവർക്ക് വേണേ പറയുന്നില്ല. സാബു പോലും പണ്ട് ഇതല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ നോ പറയാൻ പറ്റില്ല. പുള്ളിയും ഇതൊക്കെ തന്നെ അല്ലായിരുന്നു ചോദിച്ചാൽ എന്ത് ചെയ്യും? വേറെ ആരിലും ഇതിന് കുഴപ്പമില്ലായിരുന്നു. സാബുവിന് നേരെ ഒരുപാട് വിമർശനം വരുന്നുണ്ട്. സാബുവിനെ ഇത് അവോയ്ഡ് ചെയ്തിട്ട് വേറെ ആരിലെ കൊണ്ടൊക്കെ പറയിച്ചാൽ മതിയായിരുന്നു. സാബു വന്ന പാസ്റ്റ് അതാണ്. കിട്ടാങ് അതൊരു പ്രശ്നമാണ്. അത് സാബു മനസ്സിലാക്കി വേറെ ആരെ കൊണ്ടെങ്കിലൊക്കെ ചെയ്യിക്കുകയാണ് നല്ലത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ. അല്ല പിന്നെ വിമർശനം ഏറ്റെടുക്കുക. സീക്രട്ടേജന്റ് പിടിക്കത്ത് സീക്രട്ടേജന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഖിൽമാരായുടെ പടത്തിന്റെ മ്യൂസിക് ലോഞ്ചോ ആ സമയത്ത് പുള്ളി ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ ഓൺലൈൻ മീഡിയ അയച്ചു വിട്ടു കഴിഞ്ഞാൽ അത്ര നല്ല ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അവരെ കുറ്റപ്പെടുത്തുമല്ല. അവരുടെ അതൊരു തൊഴിൽ മേഖല തന്നെയാണ്. നമ്മൾ മറ്റ് ബോളിവുഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഹോളിവുഡിലൊക്കെ ഇവരിങ്ങനെ, പ്രത്യേകിച്ച് ബോളിവുഡിൽ കണ്ടിട്ടുണ്ട്, ഇവർ ജിമ്മിൽ പോയിട്ട് ഇറങ്ങി വരുമ്പം ഇപ്പം പ്രീതിയാണ്, അല്ല പ്രതിജി അമിതാഭ്ജി കുച്ച് ഹിന്ദി കിടന്നുണ്ടൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ തത്രപ്പാടുകളാണ്. ഇവിടെ പ്രശ്നം വരുന്നത് എടുക്കുന്ന ആംഗിൾസിലാണ്. ഇവർ കാറിൽ നിന്നിറങ്ങുമ്പം കാറിൻ്റെ ഡോറിൻ്റെ ഇവിടെ വന്നിക്കും. കാറിൽ നിന്നിറങ്ങി ഇപ്പുറത്തോട്ട് വരുമ്പം സൈഡിൽ നിന്ന് ഒരു വ്യൂ എടുക്കാൻ നോക്കും. അതിനുശേഷം ഇവരിത് വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ എടുക്കുക. ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ചിലപ്പം കാണുമായിരിക്കും. എല്ലാവരും എൻജോയ് ചെയ്യുന്നവരല്ല. സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഈ നാട്ടുകാർ പറഞ്ഞ തെറിയും അവരുടെ ഈ സെക്സൽ ഫ്രസ്ട്രേഷൻ കേൾക്കേണ്ട ആവശ്യം അവർക്കില്ല. ഇത് അവരുടെ കംഫോർട്ടബിൾ ഡ്രസ്സാണ്. നിങ്ങളെടുക്കുന്ന ആംഗിൾസ് ആണ് അവിടുത്തെ പ്രശ്നം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തൊഴിൽ ചെയ്ത് ജീവിക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കും. ഒരു സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വിഷ്വൽസ് പകർത്തുന്നത് അത് പ്രശ്നമാണ്. ഇവരുടെ നിയമ നടപടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഒരു പോകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ പ്രൊമോഷനും മറ്റൊക്കെ വരുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന സമയത്തും തിയേറ്ററിന്റെ അകത്ത് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്തും പടം അടിപൊളിയാന്ന് 10 പേരെ കൊണ്ട് പറയിക്കേണ്ട ആവശ്യകത ഉണ്ടുകൊണ്ടും ഇവര് മിണ്ടാതിരിക്കുന്നതാണ്. ഇതിലും ആർട്ടിസ്റ്റുകൾ കേസ് കൊടുത്ത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആംഗിൾസ് മൊത്തം അങ്ങ് അടപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒരുത്തനും അങ്ങോട്ട് പ്രവേശിക്കാൻ വരാത്ത അവസ്ഥയാവും. നിങ്ങൾ മൊബൈലുമായിട്ട് നടക്കുന്ന സഹോദരന്മാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ നടക്കുന്നവരല്ല, നടിമാരുടെയും നടന്മാരുടെയും
വിഷ്വൽസ് പകർത്താൻ നടക്കുന്ന ഓൺലൈൻ മീഡിയ. ഞങ്ങൾ മീഡിയയാണ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് മാധ്യമം എന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കുക നല്ലതായിരിക്കും. ഓൺലൈൻ മീഡിയ, ഏത് മീഡിയ ആണെങ്കിലും മറ്റുള്ളവരുടെ സ്വകാര്യതയിലോട്ട്, അത് പ്രശ്നമാണ്. നിയമ നടപടിയിലോട്ട് പോയാൽ ഇവിടെ ഒന്നും നിൽക്കില്ല, കോടതി കയറി ഇറങ്ങാം. അത്ര സുഖമുള്ള ഏർപ്പാടല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.